ഹായ് ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ നമുക്കൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആർമി പബ്ലിക് സ്കൂൾ അധ്യാപകരാകാം. കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ആർമി പബ്ലിക് സ്കൂൾ അധ്യാപക ഒഴിവ് ഒക്ടോബർ 25 വരെ അപേക്ഷിക്കാമെന്ന്. കൂട്ടത്തിൽ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ഇതും കൊടുത്തിരുന്നു, ഡീറ്റെയിൽസും ലൈക്ക് www.awesindia.com എന്നായിരുന്നു വെബ്സൈറ്റ്. നിങ്ങൾ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സസ് ഉണ്ട്, അവിടെ ഒത്തിരിയുണ്ട്. അതിൽ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ OST, അതാണ് നമ്മൾ ഈ എഴുതാൻ പോകുന്ന എക്സാം, അധ്യാപകർക്ക് വേണ്ടിയുള്ള എക്സാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, ഞാൻ അതിനൊരു എക്സ്ട്രാ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മിക്കവരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്കൊരു ആർമി സ്കൂൾ അധ്യാപിക അല്ലെ അധ്യാപകനാകാൻ പറ്റുന്നത് എന്നാണ് മിക്കവരുടെയും ഡൗട്ട്. കാരണം ഈ ന്യൂസ് പേപ്പറിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്, ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി അടിസ്ഥാനമാക്കി നവംബർ 23-24 ട്രിവാൻഡ്രത്ത് വെച്ചാണ് സെൻറ്റർ എന്നൊക്കെ. മിക്കവരുടെയും ഡൗട്ട് ഇത് തന്നെയാണ്, എങ്ങനെ നമുക്ക് അധ്യാപികയാകാം? ഈ സ്ക്രീനിങ് ടെസ്റ്റ് കഴിയുന്ന ഉടനെ അവരൊരു ലിസ്റ്റ് ഇടുമോ? അത് ബേസ് ചെയ്ത് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുവാണോ? എങ്ങനെയാണ്, ഏത് ആർമി സ്കൂളിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അങ്ങനെ കുറേ പേര്, ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതി, ഞാൻ പാസ്സായിട്ടുണ്ട്. ഞാൻ കോവിഡ് ടൈമിലായിരുന്നു എൻ്റെ എക്സാം. നമുക്ക് ഇതിൻ്റെ സ്കോർ കാർഡും ഒക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ആ സംശയത്തിൻ്റെ ബാക്കി, എങ്ങനെ നിങ്ങൾക്കല്ലേ ഒരു ആർമി പബ്ലിക് സ്കൂളിൽ അധ്യാപകൻ അല്ലെ അധ്യാപികയാകാം? ഈ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അത് നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ അവർ നിങ്ങൾക്കൊരു റാങ്ക് ലിസ്റ്റ് ഇട്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുക, അങ്ങനെയൊന്നും അല്ല ശരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ആർമി പബ്ലിക് സ്കൂളിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കണം. ഇപ്പം കേരളത്തിലുള്ളവർക്ക് മോസ്റ്റ് പ്രോബബ്ലി ട്രിവാൻഡ്രം, കണ്ണൂരൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രം ആർമി പബ്ലിക് സ്കൂളിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കുക. ഈ ഒരു മാസങ്ങളിൽ നിങ്ങൾ അതൊന്ന് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പോൾ അവരവിടെ വേക്കൻറ്റ് പൊസിഷൻസ്, അവർക്ക് വേണ്ടുന്ന അവർക്കുള്ള വേക്കൻസീസ് അവർ അപ്ലോഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ PGT ഇംഗ്ലീഷ് ആണെങ്കിൽ അതുണ്ടെങ്കിൽ, അത് വേക്കൻസി ഉണ്ടെങ്കിൽ PGT ഇംഗ്ലീഷ് അല്ലെങ്കിൽ TGT ഇംഗ്ലീഷ്, സോഷ്യൽ, അത് അവരവിടെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റുന്ന വേക്കൻസി അവിടെ ഓപ്പൺ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പ്രൊവൈഡഡ് നിങ്ങൾ ഈ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ. മിക്കവരും അത് പറയും, ഈ OST പാസ്സായാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറയും. സോ പ്രൊവൈഡഡ് അത് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതും നിങ്ങൾക്ക് ബയോഡേറ്റ, അത് ഡിഫറെൻറ്റ് സ്കൂൾസിനും ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സാണ്. ഞാൻ ബാംഗ്ലൂർ ആർമി സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം ആർമി സ്കൂളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന അവർക്കൊരു ബയോഡേറ്റ ഫോം കാണും, അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. DD അയക്കണം അവർക്ക്. അതുകൊണ്ട് അത് ബയോഡേറ്റ ഫോം, DD ഫില്ല് ചെയ്യുക, വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കോപ്പി, അറ്റസ്റ്റഡ് ആണ് അങ്ങനെ, അതെല്ലാം വെച്ച് അവർക്ക് നമ്മൾ പോസ്റ്റ് അയക്കണം. ബാക്കി പിന്നീട് ഈ ഇൻ്റർവ്യൂവും ഈ പറയുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഡെമോ ക്ലാസ് എല്ലാം അവിടെ ചെന്നിട്ടുള്ളതാണ്. അതായത് ഈ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന മാസങ്ങളിൽ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ആ വെബ്സൈറ്റിൽ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ പറയുന്ന ഡേറ്റിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രശ്നമില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് ലെറ്ററോ മെയിൽ അല്ലെങ്കിൽ ത്രൂ പോസ്റ്റ് നിങ്ങൾ അയക്കും. അതനുസരിച്ച് ആ പറയുന്ന ഡേറ്റിൽ അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ടാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റും ഡെമോ ക്ലാസ്സും ഇൻ്റർവ്യൂവും എല്ലാം ഇറ്റ് ഈസ് ഹാപ്പനിങ് ദെയർ ഓൺലി. അവിടെ ചെന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അല്ലാതെ ഈ ടെസ്റ്റ് പാസ്സായ ഉടനെ നിങ്ങൾ ആർമി പബ്ലിക് സ്കൂൾ ടീച്ചർ ആവണം എന്നില്ല. ബാക്കിയെല്ലാം ബേസ്ഡ് ഓൺ നിങ്ങളുടെ അവിടുത്തെ പെർഫോമൻസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെൻഷൻ ചെയ്ത പോലെ ബാംഗ്ലൂരും ട്രിവാൻഡ്രത്തും ഞാൻ ഇൻ്റർവ്യൂ, ഡെമോ, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള എങ്ങനെയാണ് ആ പ്രൊസീജിയേഴ്സ് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.